ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാട്ടോ. നമ്മൾക്ക് ന്യൂ ഇയറിന് കിട്ടിയിട്ടുള്ള കുറച്ച് ഓർഡറും കാര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യമുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈക്ക് കമൻറ്റും ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ന്യൂ ഇയറിന് അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല എന്നിരുന്നിട്ട് അങ്ങനെ വെറുതെ ഇരിക്കട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഓർഡർ വരാൻ തുടങ്ങി. ലാസ്റ്റ് ടൈമാട്ടോ നമുക്ക് ഈ ഒരു ബൾക്ക് ഓർഡർ, 2 ബൾക്ക് ഓർഡറാണ്. ആ 2 ബൾക്ക് ഓർഡർ ലാസ്റ്റ് ടൈം വന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. ആക്ച്വലി 29-ാം തീയതിയാണ് ഒരു ഓർഡർ നമുക്ക് കൺഫേം ആകുന്നത്. നമുക്ക് മറ്റൊരു ഓർഡർ കൺഫേം ആകുന്നത് 30-ാം തീയതിയാണ്. എല്ലാ കൊല്ലം നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ ഉണ്ടാകലുണ്ട് കേട്ടോ. പിന്നെ അത് എന്താ പറയുക, ഭയങ്കര റേറ്റ് കുറച്ചായതുകൊണ്ട് ഇപ്പോഴത്തെ സാധനങ്ങളുടെ റേറ്റ് എല്ലാം ഭയങ്കര ഹൈ ആണല്ലോ. അപ്പോൾ മുതലാകത്തോണ്ട് ഞാൻ ഇപ്രാവശ്യം ഓർഡറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് ഇങ്ങോട്ട് വന്നിട്ടും ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വെറുതെ മതി, ഉള്ള ഓർഡർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഓൾറെഡി എനിക്ക് 2-3 കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ട്. അത്രയൊന്നും ഇല്ല, ഒരു 3-4 കേക്കിൻ്റെ ഓർഡർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഫർ ഇട്ടിട്ടുള്ളത്. പിന്നെയാണ് നമുക്ക് 29-ാം തീയതി ഓർഡർ കൺഫേം ആകുന്നത്. ഒരു ഓർഡർ കൺഫേം ആകുന്നത് 30 ഹാഫ് kg വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ കൺഫേം ആയത്. അതിനുശേഷം 30-ാം തീയതിയാണ് നമുക്ക് റെഡ് വെൽവെറ്റ് കൺഫേം ആകുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് വരുന്നത് ഒരു സ്കൂളിലേക്കാണ് കേട്ടോ, മറ്റേത് വേറൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടും ബൾക്ക് ഓർഡർ തന്നെയാണ്. 30 ഹാഫ് kg എന്ന് പറഞ്ഞാൽ 15 kg കേക്കും, അതുപോലെ തന്നെ മറ്റേത് നമുക്ക് 10 kg റെഡ് വെൽവെറ്റ് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 29-ാം തീയതി മുതൽ എന്താ പറയുക, ഓട്ടം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. സാധനങ്ങൾക്ക് ഒരുവിധം ഒരു കാൽഭാഗ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചു. 20-നും 30-നൊക്കെ ഇങ്ങനെ സാധനം വാങ്ങാനോ ആക്കാനൊക്കെ പോക്കാം കേട്ടോ. അങ്ങനെ 30-ാം തീയതി ആട്ടെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30-ാം തീയതി വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മാനൊക്കെ വിളിച്ച് വരുത്തിന് കേട്ടോ, എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ ബട്ടർ പേപ്പറും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു തരും. ബാക്കിയൊന്നും ഉമ്മക്ക് അറിയില്ല, കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇത്രയും വർഷമായി ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതായിട്ടും ഉമ്മാക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ 31-ാം തീയതി കൊടുക്കേണ്ട 2-3 കേക്ക്സ് ഉണ്ടായിന്. അപ്പം അതിൻ്റെ പണികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ പണിയാട്ടോ നോക്കുന്നത്. 31-ാം തീയതി നമുക്ക് കൊടുക്കാനുള്ള കേക്കിൻ്റെ പണികളാണ് ആദ്യം നോക്കുന്നത്. 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ബേക്കിങ് 31-ാം തീയതി കൊടുക്കേണ്ട കേക്കിൻ്റെ ബേക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഈ ഒരു ബീറ്ററിലെന്ന് വെച്ചാൽ 3 kg വരെയാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. പക്ഷേ ഞാൻ 2 kg ആയിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 kg ആവശ്യമുള്ള എനിക്ക് 3 kg, പിന്നെ ബാക്കിയുള്ള 2 kg ആണ്. അപ്പോൾ 30-ാം തീയതി എനിക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കൊടുക്കാനുണ്ട്. അത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1-ാം തീയതി കൊടുക്കേണ്ട കേക്കിൻ്റെ അതിൽ നിന്ന് ഞാൻ 2 ഹാഫിൻ്റെ ടിന്നിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതും കൂടി ഒന്നിച്ച് ചെയ്ത്, അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്ത് പിന്നെ ഓവനിലേക്ക് കയറ്റല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാട്ടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താ, ഈ ഒരു വൈകുന്നേരമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താവും ഏതാവും എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിന് കേട്ടോ. ഒന്ന് ഹെമിന് കുറച്ച് ടാസ്ക്കാണ് ഹെമിനെ മെരുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മിക്ക വർക്കും ഞാൻ അധികം ഉറങ്ങുന്ന സമയമായിട്ട് ചെയ്യൽ, ഹെമി ഉറങ്ങുന്ന സമയമാണ് ചെയ്യൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കേക്ക്, നമ്മളെ ബൾക്ക് ഓർഡറിൻ്റെ ഫസ്റ്റ് കേക്ക് അവളിൽ ബേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഒരു കൊല്ലത്തിൽ മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഫ്രീസറാട്ടോ. ന്യൂ ഇയറിന് മാത്രമേ ഞാൻ ഈ ഒരു ഫ്രീസർ വർക്ക് ചെയ്യിപ്പിക്കലുള്ളൂ. നമ്മളെ ഷോപ്പിൽ മുന്നേ ഉണ്ടായ ഫ്രീസറാണ്. 2 ഫ്രീസർ ഉണ്ടായിന്. വലിയ ഫ്രീസർ ഞാൻ കൊടുത്ത്, പിന്നെ ഈ ഫ്രീസർ നമുക്ക് കേക്കിൻ്റെ ഒക്കെ ഇങ്ങനെ ഇത് എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലെ ബൾക്ക് ഓർഡറൊക്കെ വരുമ്പോൾ യൂസ് ആക്കാൻ വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചതാട്ടോ. അതിൻ്റെ ഇടയിൽ ഇന്ന വേണം പാല് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാട്ടോ ചെയ്തത്. കുറച്ച് എന്താ പറയുക, കുറച്ച് ചൊറിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം വെറും കരച്ചിലും പിടിച്ചിലെല്ലാമാണ്. ഉമ്മാനെ കൂട്ടിയത് തന്നെ മെയിനായിട്ട് ഉമ്മയിലുണ്ടെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുമെന്നെല്ലാം വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് എന്താ പറയുക, ഉമ്മ ഉണ്ടായിട്ടും ഇതുപോലെ ഇന്ന വേണം പാല് വേണം അങ്ങനെ പറഞ്ഞിട്ട് വെറും കരച്ചിൽ ഇങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓനൊന്ന് മെരുക്കിയിട്ട് അടുത്ത പണിയിലേക്ക് നീങ്ങി കേട്ടോ.
അപ്പോൾ ഇതിനടുത്തുള്ളത് ഈ സീറ്റിൻ്റെ മുകളിൽ എൻ്റെ എയർ ഫ്രയർ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിനി. മൊത്തം ഞാൻ അവിടെ നിന്ന് സീറ്റിൽ നിന്ന് ഒഴിവാക്കി. കാരണം നമുക്ക് ഈ ഒരു കേക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എത്തൂല. അപ്പോൾ ഞാൻ എന്താക്കി അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു സൈഡായിരുന്നു നമ്മൾ എയർ ഫ്രയർ ഉണ്ടായത്, അതൊക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഇതാ ആ ടൈം കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എൻ്റെ കേക്ക് ബേക്ക് ആവും കേട്ടോ ഓവളിൽ, മാഷാല്ല. അപ്പോൾ ഞാനത് കേക്ക് ആ ടൈം കൊണ്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അടുത്തത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഞാൻ ഓരോ പണി കഴിയുന്നതിനനുസരിച്ചിട്ട് വേമ്പേ പാത്രങ്ങളെല്ലാം കഴുകി എടുക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സമയം എന്തായാലും അൽക്കുലത്താവും. ഇതിപ്പോൾ ഞാൻ കൂട്ടി വെക്കാണ്ട് തന്നെ അൽക്കുലത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ ഈ ഓവൺ ഈ സീറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താക്കി പുറത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. ആ ടേബിൾ എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാൻ വിചാരിച്ച്. അതിൻ്റെ മുകളിൽ നമ്മൾ ഓവണ് വെക്കാമെന്ന് വെച്ചിട്ട് ഇവൻ വിചാരിച്ചത് ഇവനെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവച്ചത്. അങ്ങനെ കുറേ സമയം ഇതിനോടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഇവനധികം നമ്മളിങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഒന്ന് ഇടന്നെ കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കില്ല. അപ്പോൾ പിന്നെ അവനെ സോപ്പിട്ടിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വേറൊരു കാര്യം, എൻ്റെ ഉമ്മാക്ക് കേക്കിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വരെ അറിയില്ല. കേക്കിൻ്റെ ബേക്ക് ചെയ്യാനോ ആക്കാനോ ഒരു സംഭവം അറിയില്ല. അല്ലെങ്കിൽ ഇവൻ എനിക്ക് നോക്കിയിട്ട് ഉമ്മക്ക് അത് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ അവർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അയക്കണമെങ്കിൽ എൻ്റെ മുട്ടി സാധനം വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഓർ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ കട്ട് ചെയ്യാൻ, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ സംഭവങ്ങൾക്ക് കട്ട് ചെയ്യും ഇതാക്കിയിട്ടുള്ളൂ. പിന്നെ ഒരു മെയിൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കലും കേക്ക് ഉണ്ടാക്കലും എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. പിന്നെ അതുപോലെ തന്നെ സ്കൂളില്ലാത്ത ഇതുകൊണ്ട് തന്നെ സ്കൂളുണ്ട്, എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അതെല്ലാം ഉണ്ടാക്കീനി. അപ്പോൾ ആ ഭാഗം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഈ സാധനം കണ്ട ഞാൻ ഇത് കാല് പൊള്ളും എന്ന് പറയുന്നുണ്ട്. അത് കാല് പൊള്ളോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഓവൻ്റെ മുകളിൽ കയറ്റി വെച്ചതാണ് കേട്ടോ. കാല് പൊള്ളോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ സമയം അതിനോട് ഇതിനൊക്കെ കളിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്താം കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ താഴേക്കൊക്കെ മാറ്റി ഇരുത്തിട്ടുണ്ടായിന്. ഇതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കലും ഇങ്ങനത്തെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ. പിന്നെ ഞാനിതാ അടുത്ത കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓവണൊക്കെ അവിടെ വെച്ചതിന് ശേഷം വീണ്ടും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട്. പിന്നെ നമ്മൾ സമയം എന്ന് പറയുന്ന സാധനം എത്ര ഫാസ്റ്റിലാണ് പോകുന്നതെന്നറിയോ? ജസ്റ്റ് കണ്ണുകൂട്ടി തുറക്കുമ്പോൾക്ക് ഓരോ മണിക്കൂർ ഇങ്ങനെ പെട്ടെന്നാട്ടോ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വനില ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റെഡ് വെൽവെറ്റ് അങ്ങനെ ആട്ടം ഇതാക്കിയത്. വനില ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം റെഡ് വെൽവെറ്റ്. കാരണം മോൾഡ് നമുക്ക് ചൂടോടെ ഡിമോൾഡ് ചെയ്യുമ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടാറിയിട്ട് വേണം ഡിമോൾഡ് ചെയ്യാൻ. അപ്പോൾ ഒരു വനില കഴിഞ്ഞാൽ ഒരു റെഡ് വെൽവെറ്റ് അങ്ങനെയാട്ടോ ഞാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം എടുത്ത എഗ്ഗ് ഒരുവിധം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ സെക്കൻഡ് 100 ഞാൻ എഗ്ഗ് വാങ്ങിച്ചത് 200 എഗ്ഗ്. പക്ഷേ 200 മതിയും നമുക്ക് എഗ്ഗിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിന്. അപ്പോൾ സെക്കൻഡ് എടുത്ത എഗ്ഗും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വാഷ് ചെയ്ത് എഗ്ഗ് ഇതുപോലെ മറ്റേ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന പാത്രമില്ലേ, അതിലാണ് ഞാൻ എഗ്ഗ് വാഷ് ചെയ്തിട്ട് അതിൽ വെക്കൽ. അപ്പോൾ അതങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടുന്ന് കരഞ്ഞ് അലമ്പാക്കുന്നുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഉറക്കം വന്നിട്ടാണ്. ഏകദേശം രാത്രി ആയിന് കേട്ടോ. രാത്രി ഒരു 9:30-10 മണിയോളം ആയിന് ഈ ഒരു രണ്ടാമത്തെ കേക്ക് ബേക്ക് ചെയ്തിടുമ്പോൾ തന്നെ. അങ്ങനെ കുറേ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. വൈകുന്നേരം തുടങ്ങിയതാണെങ്കിലും തീർന്നിട്ടുണ്ടായിട്ടില്ല പണിയൊന്നും. അപ്പോൾ സ്ഥിതി തന്നെയാണ് പരിപാടി. എന്താ പറയുക, എൻ്റെ ബേക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കും എന്തെങ്കിലും പണി ഞാൻ ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മൈൻഡാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ നമ്മുടെ കേക്ക് ഇതാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി, ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായി. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ ഒരു എസൻസിൻ്റെ കാണിച്ചു തന്നെ റെഡ് വെൽവെറ്റ്. ഞാൻ ഒരു CECൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ എസൻസ് ആട്ടോ യൂസ് ചെയ്യൽ. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് നല്ലൊരു ഫ്ലേവറാണ്. വല്ല എസൻസ് അല്ല യൂസ് ചെയ്യൽ, റെഡ് വെൽവെറ്റിൻ്റെ തന്നെ എസൻസാണ് യൂസ് ചെയ്യൽ. പിന്നെ അതുപോലെ തന്നെ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഷെഫ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ സെക്കൻഡ് വൺ റെഡ് വെൽവെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ബൈ ബൈ. നമ്മ ഉറങ്ങിട്ട് പറ, നമ്മ ഉറങ്ങാൻ പോകുന്ന ബൈ ബൈ. ബൈ ബൈ. നമ്മ ഉറങ്ങി പറ, നമ്മ ഉറങ്ങി പറ. ടാറ്റ പറ എല്ലാവരോടും. ടാറ്റ. നമ്മ ഉറങ്ങി.
പിന്നെ ഹെമ്മിനെ ഉറക്കിയതിന് ശേഷം ഒരു 10:30 മണി നമുക്ക് ഹെമ്മിനെ ഉറക്കിയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ 1 മണിക്കാണ് നമുക്ക് ബാക്കിയുള്ള ക്രീമും സാധനമൊക്കെ വന്നിട്ടുള്ളത്. 1 മണിക്ക് ഷോപ്പ് അവരടക്കുന്ന സമയം എനിക്കിവിടെ ക്രീമും ബോഡി ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവർ വെച്ചിട്ട് അങ്ങ് പോയി. ഞാനതെടുത്തിട്ട് ഫ്രീസറിലേക്ക് കയറ്റുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിന്. 2 kg കേക്ക് 2 കേക്ക് റെഡി ആയിട്ടുണ്ടായിന്. 3 kg കേക്ക് റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനത്തെ 30-ാം തീയതി കൊടുക്കേണ്ട ഏകദേശം കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് നമ്മൾ ക്രീം കയറ്റാട്ടോ. 12 ക്രീം ഈ ഫ്രീസറിലും ബാക്കി 12 ക്രീമും മറ്റേ ഫ്രീസറിലായിട്ട് കയറ്റിയിട്ടുള്ളത്. ടോട്ടൽ 24 ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കേക്കൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവണിൽ ഇനിയും കേക്ക് ഉണ്ട്. ഓവൺ എപ്പോൾ അടിച്ചു പോകാമെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ കഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി ഞാനെന്തൊക്കെ കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും 30-ാം തീയതി തീരെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം. കാരണം 3-4 കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു 30-ാം തീയതി തീരെ ഉറങ്ങലില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ വരണം വെച്ചിട്ട് ഞാൻ ഇത് മൊത്തം ഇങ്ങനെ നമ്മളെ വേറെ പൊത്താൻ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്ക് ബോക്സ് എടുത്തിട്ട് പൊത്തിയിട്ടാ. അപ്പോൾ സമയം 1:18 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ കേക്ക് ഇപ്പോൾ ബേക്കാകുമ്പോൾക്ക് ഏകദേശം ബേക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ആവും ഇന്ന്. 10 മിനിറ്റ് അല്ല, 2-3 മിനിറ്റ് കൊണ്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഏകദേശം നമ്മുടെ ആ കേക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് 30-ാം തീയതി കൊടുക്കേണ്ടത് ഒരു 2 റെഡ് വെൽവെറ്റ് കൊടുക്കാനുണ്ട്, ഒരു വൈറ്റ് ഫോറസ്റ്റ് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഒരു 2 kg ടെൻഡർ കോക്കനട്ട് കൊടുക്കാനുണ്ട്, ഒരു 5 kg വൈറ്റ് ഫോറസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് 31-ാം തീയതി കൊടുക്കാനുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ കേക്കാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ 1 കിലോത്തിൻ്റെ കേക്കൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ എക്സ്ട്രാ അങ്ങനെ അടിച്ചിട്ട് ചെറിയ കേക്ക് നമുക്ക് പിറ്റേന്ന് കൊടുക്കേണ്ട 1-ാം തീയതി കൊടുക്കേണ്ട കേക്കും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേക്ക് എല്ലാ കേക്കും അങ്ങനെ സെറ്റായിട്ട് 1:30 മണി കൊണ്ട് 30-ാം തീയതി കൊടുക്കേണ്ട എല്ലാ കേക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം ഉറങ്ങാം, ഒരു 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഫോണോടും അതും ഇതെല്ലാം നോക്കിയിട്ട് കിടക്കുമ്പോൾ 2 മണിയായിന്. അപ്പോൾ എനിക്ക് ടെൻഷനാണ് കേട്ടോ. ഇത് എല്ലാം സെറ്റായി കൊടുക്കാൻ വേണ്ടി പറ്റും. 31-ാം എനിക്ക് മനസ്സിലൊരിതുണ്ട് എന്തായാലും കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പക്ഷേ 1-ാം തീയതിൻ്റെ അത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഈ ചൂടുള്ള കേക്കും കൂടി ഒന്ന് കൂട്ടി വെച്ചേട്ടോ. പിന്നെ എന്താ പറയുക, താങ്ക്സ് പറയേണ്ടത് ഉറുമ്പിനോട് കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. ഉറുമ്പ് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിന്. പക്ഷേ ഉറുമ്പ് എന്തോ എൻ്റെ ഒരു ഇത് കൊണ്ട് ഉറുമ്പ് വന്നിട്ടില്ല. അങ്ങനെ ഞാനിതാ 1:30-ക്ക് ശേഷം എൻ്റെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എണീച്ചത് രാവിലെയാണ് കേട്ടോ, സുബഹിക്കാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കോട്ടേജാണ് കേട്ടോ, അതുകൊണ്ട് എൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഇങ്ങനെ കാണുന്നത്. മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീച്ച് അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു മനസ്സിനൊരു സുഖം ഇങ്ങനെ കുറേ കേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം അങ്ങനെ. പിന്നെ ഒരു സംഭവം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈറ്റ് കോമ്പോ എനിക്ക് ചോക്ലേറ്റ് കേക്കിന് അങ്ങനെ ഓർഡർ ഇല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനത്തെ ചോക്ലേറ്റ് ബേസിൽ ഇതിലാണ് വൈറ്റാണ് കൂടുതൽ ഓർഡർ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ള് അവർ കൊടുത്തയച്ചിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ടാണ്. വൈറ്റിൻ്റെ ഒരു പീസ് വരെ ഇല്ല. പിന്നെ അങ്ങനെ ഞാൻ ആദ്യം വാങ്ങി വെച്ചതിൽ ഒരു 2 പീസ് വൈറ്റ് കോമ്പൗണ്ടാണ് മറ്റും ബാക്കിയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമാധാനം. 31-ാം തീയതി കൊടുക്കേണ്ട കേക്കിന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ പെട്ടുപോയേനെ ഈ ഒരു കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഷോപ്പ് തുറക്കാനെല്ലാം ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാനിത് രാവിലെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വേഗം ചെയ്ത് വെച്ചത്, രാവിലെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതിൽ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സംഭവം, ഈ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം കൊല്ലത്തിലൊരിക്കൽ എടുക്കുന്ന പോലെയാണ് കേട്ടോ. വേറെ ഒന്നിനും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അധികം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാനാണ് ഈ സംഭവം യൂസ് ചെയ്യൽ. പിന്നെ നമ്മൾ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ക്യാരറ്റ് സാധനമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ചോക്ലേറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേ നമ്മളെ വൈറ്റ് ഫോറസ്റ്റിന് ആവശ്യമായിട്ടുള്ള 31-ാം തീയതിയുള്ള വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസേ ഉണ്ടായിട്ടുള്ളൂ. 2 പീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് പീസ് ഞാൻ അങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ, കൈ എന്തെങ്കിലും ആവും വെച്ചിട്ട്. അപ്പോൾ ഇതാ അത് റെഡിയായി. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കേക്ക് ബേക്ക് ചെയ്തിട്ട് ആവുന്ന ഒരു സമയമാണ് ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഫുള്ള് റെസ്റ്റ് ഇല്ലാത്ത പണി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 4 6 ഇഞ്ചിൻ്റെ മോൾഡാട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 kg ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 6 ഉണ്ടെങ്കിൽ നമുക്ക് 3 kg ഒന്നിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. കാരണം എൻ്റെ ഓവറിൽ 6 പാന് പോകും നമ്മൾ 1/2 kgൻ്റെ. അങ്ങനെ രാവിലെ ആയിട്ടോ. രാവിലായി. പിറ്റേന്ന് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് 31-ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ.
അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഉമ്മ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിന് കേട്ടോ. നാസ്ത ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഇവിടെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആദ്യം കേക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴിലാട്ടോ നമ്മൾ കേക്കെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായത്. ഹാഫ് KGൻ്റെ ഇത് കണ്ടോ, ഞാൻ നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷ് ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് ആ കുപ്പിയിൽ നിന്ന് അങ്ങനെ തട്ടിപ്പോയി. അങ്ങനെ മൊത്തം ഇതിൽ സ്ട്രോബെറിൻ്റെ ക്രഷ് ആയിരുന്നു കേട്ടോ. ഒരു ലെയർ മൊത്തം ഭയങ്കരമായിട്ട് സ്ട്രോബെറിൻ്റെ ക്രഷ് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് ലെയറൊക്കെ ഞാൻ കുറച്ച് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വൈറ്റ് ഫോറസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസിക്കാണ്. ഇതൊക്കെ ഞാൻ ഓഫർ ഇട്ടതാണ് കേട്ടോ. ചെറിയൊരു റേറ്റിനാണ് ഓഫർ ഇട്ടിട്ടുണ്ടായത്. പക്ഷെ എന്നാലും കുറേ ഓർഡറൊന്നും ഇല്ല. കാരണം ഒരുപാട് വേക്കേഴ്സ് എന്താ പറയുക, തട്ടിയും മുട്ടിയും വേക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ കുറവാണ്. ഈ ഭാഗത്തിൻ്റെ ഒരുപാട് വേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കുറച്ച് ഓർഡർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ ഓഫർ ബേസിൽ നമ്മൾ ചെയ്തത്. ബാക്കിയൊക്കെ ഓഫറൊന്നുമല്ല, ഹാഫ് KGൻ്റെ ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ റേറ്റ് ഇട്ടിട്ട് കൊടുക്കാട്ടെ ചെയ്തത്. അതൊന്നും നമുക്ക് ഓഫറിൽ കൊടുത്തു കഴിഞ്ഞാൽ മുതലാവില്ല. അപ്പം ഞാനിത് ജസ്റ്റ് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇത് നമ്മൾ ക്ലാസിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഫിനിഷിങ് ചെയ്തെടുക്കും. നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് പൊതിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് കേക്കെല്ലാം ആകുമ്പോൾ നമ്മൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ കൂടുതലായിട്ട് കൊടുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഓവർ അങ്ങനെ ഫിനിഷിംഗ് ഒന്നും ആക്കാൻ നിൽക്കാറില്ല. കാരണം ചോക്ലേറ്റ് വരുമ്പം ആ ഒരു ഫിനിഷിംഗ് ഒന്നും കാണാനും നിൽക്കില്ല. നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓരോ കേക്ക് ആകുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സമാധാനം, ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു അടുത്തത് അങ്ങനെയല്ലേ ഉള്ളൂ എന്നുള്ളൊരിതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിന് ശേഷം റെഡ് വെൽവെറ്റാണ് ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് എനിക്ക് 1000 ദിവസം കൊടുക്കാനുള്ളത് 2 കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു ഹേർട്ട് ഷേപ്പാണ്, പിന്നെ ഒന്ന് സാധാരണ നോർമലാണ്. അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഒരു 7 മണിയാകുമ്പം വർക്ക് സ്റ്റോപ്പ് ചെയ്തിന് കേട്ടോ. അതിന് ശേഷം ഇവരെ സ്കൂളിലേക്ക് ഒരുക്കേണ്ട പരിപാടിയിലാണ്. ഒരു 8:45 വണ്ടി വരാം. അപ്പോൾ അതിൻ്റെ ഇതിലാട്ടോ മേബി പിന്നെ ക്യാമറ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. താഴെ പോയിട്ട് കരിയാപ്പില പറിക്കാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെ കറിവേപ്പം പൊട്ടിച്ചിട്ട് മക്കളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവരെ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു ഇതിലാണ്. പിന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ മാറ്റി കൊടുക്കേണ്ട പരിപാടിയൊന്നും ഇല്ല. ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ മുടി കെട്ടി കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ആക്കണം, അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ബാക്കി അവർ ഡ്രസ്സ് ഇടലും കുളി അതൊക്കെ അവർ തന്നെ കേട്ടോ ചെയ്യാൻ. അത് ഞാൻ ചെയ്യാനല്ല, ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലേ അവർ പിന്നെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ അവരെ കൊണ്ട് നടിപ്പിക്കും, കുളിക്കലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരെ മാറ്റി കൊടുത്തപ്പം പിന്നെ എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കണ്ടാത്തതുകൊണ്ട് അവരെ വേഗം കഴിഞ്ഞ് ഒരു 8 സംതിങ് നമുക്ക് അവർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു സമയം വെറുതെ ഇരിക്കണ്ടല്ലോ, അടുത്ത കേക്കിൻ്റെ പണി നോക്കാൻ വിചാരിച്ചിട്ട് റെഡ് വെൽവെറ്റിൻ്റെ പണി തുടങ്ങി കേട്ടോ. ക്രംസൊക്കെ ഇട്ട് കൊടുക്കുക, ഫ്രോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പണിയൊക്കെ വേഗം കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒരു 31 രാവിലെ ഒക്കെ കൊടുക്കേണ്ട കേക്കൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 8 മണി ആകുമ്പോൾ തന്നെ 8-8:30 ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. 31 തീയതി കേട്ടോ. അപ്പോൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഈ 3 കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫ്രോസ്റ്റിംഗ് അടക്കം കഴിഞ്ഞിട്ടുണ്ടായിന്. ഇനി ഈ ക്രംസൊക്കെ ഇടുന്നത് ക്ലീനാക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു മെനക്കെട്ട പണിയാണ്. അതിനുശേഷം നമ്മുടെ നായകൻ എണീച്ചാണ് കേട്ടോ. അവർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എണീച്ചിട്ടുണ്ടായിന്. അങ്ങനെ സ്കൂളിൽ പോയതിന് ശേഷം ഒന്ന് പിന്നെയും ഉറങ്ങി കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് രക്ഷപ്പെട്ട് പിന്നെ ഞാൻ എൻ്റെ അടുക്ക് നാസ്താക്കി കേട്ടോ. പിന്നെ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും തിന്നാൽ മാത്രമേ പിന്നെ അങ്ങനെ തിന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു നാസ്താക്കിയിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രി കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതുവരെ ഉച്ചക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഇങ്ങനെ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും 31 തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സൈറ്റിൽ നമ്മുടെ കോൺട്രാക്ടർ വിളിച്ചിട്ട് ഇവിടത്തേക്കും ആ ഒരു ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് കേക്കിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ മോനെ ഹെമിനെ എന്താക്കി എൻ്റെ വീട്ടിലാക്കി ഉമ്മാൻ്റെ ഒപ്പം അയച്ച്. അതിനുശേഷം മോനും കൂടി ഉണ്ടെങ്കിൽ നടക്കൂല. പിന്നെ അതിനുശേഷം കേക്കിൻ്റെ ബോർഡും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇളനീറിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ബോർഡ് കൊണ്ടുവന്നത് നോക്കുമ്പോൾക്ക് ബോർഡ് വാങ്ങാൻ വേണ്ടി പോയിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ കയറുന്നില്ല. 5 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കിൾ ഒരു പൊടിക്ക് കയറുന്നില്ല. കുറച്ചും കൂടി ഫ്രിഡ്ജ് വണ്ണമുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ബോർഡ് കയറായിരുന്നു.
അങ്ങനെ എന്താ പറയുക എല്ലാം കൊണ്ട് പണിയായിരുന്നു കേട്ടോ. 31-ാം തീയതി ഒന്നാമത് കേക്ക് ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ പുറത്ത് പോകണം, സാധനം വാങ്ങാൻ പോകണം, സൈറ്റിൽ പോകണം, അങ്ങനെ കുറേ പണി, അങ്ങനത്തെ പണി. അങ്ങനെ എന്താ ഞാൻ വിചാരിച്ച് അപ്പോൾ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ നിൽക്കട്ടെ, ആ കേക്കിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും എനിക്ക് അത് നടക്കില്ല, 5 kg സ്ക്വയർ ബോർഡ് നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളനീർ കേക്കിൻ്റെ പണിയിലേക്ക് നീങ്ങി കേട്ടോ. അപ്പോൾ 2 kg ഇളനീറിൻ്റെ കേക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇളനീറൊക്കെ ഇങ്ങനെ നമ്മളെ ടിൻഡർ കോക്കനട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്, ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ പണി വെമ്പേ തീർത്ത് അതിന് ശേഷം പിന്നെ ഇതന്നെ കേട്ടോ, ടിൻഡർ കോക്കനട്ടിൻ്റെ ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ കേക്ക് ആയിനോ നോക്കുന്നുണ്ട്, ആയിട്ടില്ല, വീണ്ടും നോക്കുന്നുണ്ട്, അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഈ ഓവണിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എന്താ പറയുക കംപ്ലയിൻറ്റ്, 2 മാസമല്ല കഴിഞ്ഞ ഇയർ ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ പിന്നെ മൂലക്ക് വെച്ചാണ്. പിന്നെ വേറെ എൻ്റെ അടുത്ത് ഓവൺ ഉണ്ടായത് കൊണ്ട് ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ ഓവൺ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇത് അവിടെ തന്നെ മൂലക്ക് ഇട്ടത് കേട്ടോ. അങ്ങനെ ഈ ഒരു 2 മാസം മുന്നേ നവംബറിലല്ല ഒക്ടോബറിൽ എൻ്റെ മറ്റേ ഓവണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന ഓവണ് കംപ്ലയിൻ്റ് ആയി. പിന്നെ അതിൻ്റെ സാധനങ്ങളും സ്പെയറും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് അത് മൂലക്കായി. അന്നേരമാണ് ഇവരെ ഞാൻ ഇത് കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ ശരിയാക്കുന്നത്, എനിക്ക് അവിടെ മൂലക്കിട്ടത് ഇവനൊന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ തെർമോസ്റ്റാറ്റ് കംപ്ലയിൻ്റ് ആയതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി. പക്ഷേ എന്നിട്ട് കേക്ക് ബേക്ക് ആവുന്നില്ല. അങ്ങനെ എന്താക്കി പിന്നെ അവരുടെ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവർ വരുന്നതില്ല, ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരിക്കൽ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ അത് തന്നെ ശരിയായി. എൻ്റെ സങ്കടം കൊണ്ടാണോ എൻ്റെ ഇതുകൊണ്ടാണോ എന്നല്ല, കുറേ ഓർഡറൊക്കെ എനിക്ക് ക്യാൻസലായി പോയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെയൊക്കെ സങ്കടം കൊണ്ട് ഓവണൻ്റെ തന്നെ ശരിയായി. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും ഉണ്ടായി. ഇപ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ എന്താ പറയുക കേടായി പോകുമോ എന്നുള്ള ടെൻഷനും ഉണ്ടായിന്. പക്ഷേ അൽഹംദുലില്ലാ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ബോർഡ് മാറ്റാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ ബേക്കേഴ്സിലാട്ടോ ബോർഡും ബോക്സെല്ലാം വാങ്ങിക്കൽ. പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഷോപ്പായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാം. പിന്നെ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത കുറേ കേക്കിൻ്റെ ബാലൻസൊക്കെ ഞാൻ മിൽക്ക് കേക്ക് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കെല്ലാം വിശന്നപ്പോൾ ഞാൻ ഇതായിട്ട് കഴിച്ചത്. അപ്പോൾ കൂടെ നെയ്ബറിൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിന്, ഞാനും അവളും കൂടിയിട്ടാണ് കഴിച്ചത്. ബാക്കി നഷ്വിയും മേവിയൊക്കെ സ്കൂളിലാണ്, ഹെമി ഉമ്മാൻ്റെ അടുത്താണ് ഉള്ളത്. ഉമ്മ വൈകുന്നേരം നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നുണ്ട് പറഞ്ഞിട്ട് പോയതാട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ എല്ലാ കേക്കും ആയിട്ട് ടിൻഡർ കോക്കനട്ടിൻ്റെ കേക്കായി, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് എല്ലാം ആയി, വൈകുന്നേരം ആകുമ്പോഴേക്കായി. പിന്നെ ഇത് എനിക്കൊരു പണി കിട്ടിയ കേട്ടോ. ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ വെക്കാൻ ടോപ്പറൊന്നും കിട്ടിയിട്ടില്ല. ഇതാണെന്ന് വെച്ചാൽ ഇത്രയും പാട് കേക്കിൻ്റെ മുകളിൽ എഴുതാൽ ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത സൈസ് ഭയങ്കര ചെറുതായി പോയി, 1 ഇഞ്ചിൽ തന്നെ പറഞ്ഞത്, അപ്പോൾ ഭയങ്കര ചെറുതായി പോയി. അങ്ങനെ ഞാൻ അത് ഒഴിവാക്കി കേട്ടോ, 50 രൂപ പാർക്കടിച്ച്. അങ്ങനെ 12 മണിയായപ്പം ഹാപ്പി ന്യൂ ഇയർ ആയി. അപ്പോൾ ഇങ്ങനെ ആകാശം നല്ല ഇങ്ങനെ നമ്മുടെ പടക്കങ്ങളെല്ലാം പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതിപ്പോൾ കഴിഞ്ഞ് എന്നാലും എൻ്റെ വക ഇരിക്കട്ടെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ ഒരു സമയം എന്താ ഇതിൻ്റെ ഇടയിലെല്ലാം കേക്കിൻ്റെ വർക്ക് തന്നെ കേട്ടോ. മൊത്തമായിട്ട് കേക്ക് ബേക്ക് ചെയ്യുക, ഫ്രോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പണിയാണ്. പിന്നെ രാത്രി ആട്ടോ, ഈ ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കേക്ക്, നമ്മൾ ഈ 30 കേക്ക് കൊടുക്കേണ്ടതും സ്കൂളിലേക്ക് കൊടുക്കേണ്ടതും ഒക്കെ രാത്രി ആട്ടോ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ രാത്രി ഇരുന്ന് ഫ്രോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ 6 കേക്ക് 6, 7, 8 കേക്കെല്ലാം ആകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ചോക്ലേറ്റ് മുകളിലിട്ടിട്ട് ബോക്സിൽ അന്നേരം തന്നെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം അട്ടിക്കട്ടിക്ക് വെച്ചാൽ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവുള്ളൂ. 25 കേക്ക് എൻ്റെ ഓവൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ മാത്രം. അപ്പോൾ അങ്ങനെ എല്ലാ കേക്കും ഞാൻ രാവിലെ ഇരുന്ന് മടുപ്പ് എന്ന് വെച്ചാലും ഭയങ്കര മടുത്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്തിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തീരെ ഉറങ്ങുന്നില്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ വേഗം കിടക്കാറുണ്ട്. ഒരു 10:30 മണിയാകുമ്പോൾ ഇപ്പോൾ ആരും ഉറങ്ങുന്നത് കൊണ്ട് തന്നെ എനിക്ക് രാത്രി ഒരു 11, 12 മണിയാകുമ്പോൾ തന്നെ കണ്ണിങ്ങനെ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാലാവില്ലേ, അതുപോലെ ആയിട്ടുണ്ടായിന്. കുറേ ടൈം പോയിട്ട് മുഖം കഴുകി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ടൊക്കെയാണ് നിന്നത്. പിന്നെ ഉമ്മ ഒരു 2 മണി വരെ എനിക്ക് ചോക്ലേറ്റ് ഇട്ട് തരാനും ചെറീസ് ഇട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങനെ തന്നെ പോയിട്ട് കടന്നു, ഞാൻ ബാക്കി എങ്ങനെയെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഹെമിന് ഇങ്ങനെ ആരും എരിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ എരിയത്ത് കിടന്നെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പിന്നെ 2 മണിക്ക് ഇങ്ങനെ പറഞ്ഞയച്ച്. പിന്നെ അതിന് ശേഷം അയ്യോ ഇത് ശരിക്കും പറഞ്ഞാൽ മടുപ്പ്, വേണ്ടായിരുന്നു മനസ്സിലെങ്ങനെ പറയില്ല, വേണ്ടായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര കാലും കൈയൊക്കെ പെയിനായിരുന്നു. കാലിൻ്റെ മടമ്പ്, കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കാലിൽ 2 തൊടഭാഗം നടക്കാൻ പറ്റുന്നില്ല, 2 ഷോൾഡർ, 2 വേദന. ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രോസ്റ്റിങ് ചെയ്യുന്നല്ലേ, ബീറ്റർ നമ്മൾ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് ക്രീമും കാര്യങ്ങളൊക്കെ അങ്ങനെ ആവും കൂടി അല്ലെങ്കിൽ പെട്ടുപോയതിനെ, കൈൻ്റെ ലൂപ്പാട് ഇളകിയിട്ടുണ്ടാവും. ഇത് എന്നിട്ട് തന്നെ 2 ഷോൾഡർ പെയിന്, അതുപോലെ തന്നെ ഉറങ്ങാത്തതിൻ്റെ ഭയങ്കര മിസ്റ്റേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഷിവറിങ്, തീരെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി ഭയങ്കര, പിന്നെ രാവിലെ ആയപ്പം ഭയങ്കര ഷിവറിങ് അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായത്. എന്നാലും 8 മണിയാകുമ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ട് അതിന് ശേഷം ഞാൻ 8 മണിക്ക് ശേഷം 9 മണിക്കാണ് കേക്കൊക്കെ ഡെലിവറി ആക്കിയത്. അതിന് ശേഷം കുറച്ച് സമയം കിടന്നിട്ട് ഒരു മണിക്കൂറോളം കിടന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എനിക്ക് വൈകുന്നേരം വരെ വീണ്ടും 3-4-5 കേക്ക് കൊടുക്കാനുണ്ടായിന്. അതിന് ശേഷമാണ് ഉച്ചക്ക് പിന്നെ അതിൻ്റെ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ കേക്കിൻ്റെ വിശേഷങ്ങൾ. ഒറ്റയ്ക്ക് പട്ടിപ്പണിയെടുത്ത വിശേഷങ്ങൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഹെൽപ്പ് ഉമ്മാൻ്റെ വക ഉണ്ടായിട്ടുണ്ടായിന്, വേറെ ഒരാളെ ഹെൽപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ കയ്യിൽ പൈസ വന്നപ്പം കുറച്ച് ഹാപ്പി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്.